ഹൗ ടു റിസീവ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിൻ്റെ മഹത്വം എങ്ങനെ പ്രാപിച്ചെടുക്കും. ദൈവം സ്വർഗത്തിൽ ധാരാളമായ ട്രഷേഴ്സിൻ്റെ ഉടമസ്ഥനാണ്. ഭൂമിയുടെ ഉടമസ്ഥൻ ദൈവം തമ്പുരാൻ തന്നെയാണ്. പാതാളത്തിൻ്റെ ഉടമസ്ഥൻ ദൈവം തമ്പുരാൻ തന്നെയാണ്. ബട്ട് കാലാകാലങ്ങളിൽ ദൈവം ഓരോന്ന് നിയോഗിച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന് ഓരോ പർപ്പസ് ഉണ്ട്. എല്ലാം ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അറിയേണ്ട സത്യങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദൈവം പറയുന്നു എൻ്റർ ഇൻ ടു മൈ ഗ്ലോറി, അതായത് എൻ്റെ മഹത്വത്തിലേക്ക് കയറി വരിക. സ്വർഗത്തിൽ ട്രഷേഴ്സ് ഉണ്ട്. ആ ട്രഷേഴ്സ് പ്രാപിച്ചെടുക്കണമെങ്കിൽ തിരഞ്ഞെടുത്തവർക്കേ ഒക്കത്തുള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഭവനത്തിൽ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പത്ത് എൻ്റെ മക്കൾക്ക് കൊടുക്കും. അത് വേറെ ആർക്കും അതിന് അധികാരമില്ല. അതുപോലെ തന്നെയാണ് ദൈവത്തിനൊരു കിങ്ഡം ഓഫ് ഗോഡ് ഉണ്ട്. ആ ദൈവരാജ്യത്തിലേക്ക് അംഗത്വമുള്ളവർക്ക് ദൈവം ധാരാളമായിട്ട് കൊടുക്കും. എന്നാൽ ഈ ചോയ്സ് ടു റിസീവ് ഗോഡ് ആസ് യുവർ ലോർഡ് ആൻഡ് സേവിയർ, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഈ അവകാശം എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെ വി ആർ അഡോപ്റ്റഡ് എന്ന് പറയുന്നത്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ. യോഹന്നാൻ്റെ 1:12 വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അതായത് വി ആർ നോട്ട് ബോൺ ഇൻ ദ ഫിസിക്കൽ സെൻസ്, ഇൻ ദ സ്പിരിച്വൽ സത്യം കിട്ടാൻ. പക്ഷേ വി ആർ അഡോപ്റ്റഡ് ഇൻ ഹിം. ആ ഒരു പോയിൻ്റ് നമ്മുടെ തലയിൽ കയറിയാൽ ഒരു പദവി ചെറുതൊന്നുമല്ല. ഈ റോമൻ ലോ അനുസരിച്ച് നമ്മളെ ആരെങ്കിലും അഡോപ്റ്റ് ചെയ്താൽ സ്വന്തം മക്കളെക്കാട്ടിലും അവർക്ക് അന്ന് പദവി കൊടുക്കുമായിരുന്നു. അതാണ് റോമൻ ലോ. ഇതിൻ്റെയൊക്കെ ബേസിക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട്. 1:12 ഇങ്ങനെയാണ് വായിക്കുന്നത്. യോഹന്നാൻ്റെ 1:12 അവനെ കൈക്കൊണ്ട്, ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അടുത്ത വാക്യം, അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പോൾ ഒരു അഡോപ്ഷനാണ്. വചനം ജഡമായിട്ട് കൃപയും സത്യമായിട്ട് നമ്മുടെ നിൽക്കുകയാണ്. അപ്പോൾ എന്നെ ഒരിക്കലും എനിക്ക് അർഹതയില്ലാത്ത ഒരു പദവിയിലേക്ക് എന്നെ അഡോപ്റ്റ് ചെയ്ത് മാറ്റുമ്പോൾ ഞാൻ ഇനി ആദ്യം തൊട്ട് പഠിക്കണം. അതായത് റോഡിൽ കൂടെ നടന്ന ഒരു മകനെ, ഒരു മനുഷ്യന്, ഒരു കൊച്ചുകൊച്ചിനെ ഒരു രാജാവ് എടുത്തുകൊണ്ടുപോയി രാജകൊട്ടാരത്തിലെ അംഗമായിട്ട് വളർത്തുമ്പോൾ അവന് പ്രത്യേക പ്രാക്ടീസ് കൊടുക്കും. എങ്ങനെയാണ് മേശപ്പുറത്ത് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് രാജാവിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഓരോ കാര്യങ്ങളും ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ആ കിങ്ഡത്തിൽ അതിൻ്റേതായിട്ടുള്ള നിയമങ്ങൾക്ക് അനുസരണമായിട്ട് വേണം. അതുകൊണ്ടാണ് സ്വർഗരാജ്യം ലഭിച്ച നമുക്ക് ദൈവം ആദ്യമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പോഴാണ് തുടങ്ങുമേ ആയിട്ടുള്ളൂ. പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ജഡം. അതുകൊണ്ടാണ് ചിലർ പറയില്ല ബാപ്റ്റിസം കഴിഞ്ഞ നിമിഷം തൊട്ട് യുദ്ധം തുടങ്ങിയെന്ന് പറയും. അതുവരെ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ അത് കഴിയുമ്പോൾ ഈ ജഡവും ആത്മാവ് ജീവിച്ചതോടുകൂടി ആത്മാവും ജഡവും കൂടെയുള്ള യുദ്ധം വളരെ എവിഡൻ്റായിട്ട്, മിസ്സറബിളായിട്ട് നമുക്ക് ആദ്യം തോന്നി. കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചതിൽ നിന്ന് എനിക്കൊരു വിടുതൽ, അല്ലെങ്കിൽ അതിനെ മരിപ്പിക്കുക, ജഡത്തിനെ മരിപ്പിച്ചിട്ട് ആത്മാവിനെ ജീവിപ്പിക്കുക എന്ന് പറയുമ്പം എൻ്റെ ദേഹവും കൂടെ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ പലപ്പോഴും ആദ്യ സമയത്ത് നമ്മൾ തോറ്റുപോകും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. He who began a good work in you is faithful to complete it. അതാ പറയുന്നത്, ഞാനാണ് തുടങ്ങിയത് എങ്കിൽ ഞാനത് പൂർത്തീകരിക്കും. കാരണം ഇന്ന് നീ എൻ്റെ അഡോപ്റ്റഡ് ചൈൽഡാണ്. ഞാൻ നിന്നെ എൻ്റെ പേര് തന്നു, അതായത് യേശുവിൻ്റെ പേരിട്ട് വിളിക്കാൻ തുടങ്ങി. ഞാൻ എൻ്റെ സ്വഭാവം നിന്നിലേക്ക് പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന മക്കളാണ് ക്രിസ്തുവിനെ കണ്ടവർ. അതുകൊണ്ടാണ് നിക്കോദിമസിനോട് യേശു ക്രിസ്തു പറയുന്നത്, സ്വർഗരാജ്യം കാണണമെങ്കിൽ യു മസ്റ്റ് ബി ബോൺ അഗെയിൻ. അപ്പം നമ്മളോട് യേശു ക്രിസ്തു സ്വർഗരാജ്യം എങ്ങനെയാണ് പ്രാപിച്ചെടുക്കുന്നവരുടെ ഒരു ശിശുവിനെ പോലെ ആകണം. ശിശുക്കൾക്ക് എന്താ, അവർ ഇന്നസെൻ്റാണ്, ദേ ബിലീവ് ഇറ്റ്. കർത്താവ് പലപ്പോഴും പറയുന്നത് ജസ്റ്റ് ബിലീവ്, എന്നിൽ വിശ്വസിക്കുക. ഈ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ദൈവം ഇട്ട് തരണം. പക്ഷേ വിശ്വാസം ദൈവം ഇട്ട് തരുന്നതിന് ഇപ്പോൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മളെപ്പോലുള്ള ആളുകളെയാണ്. കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനം കൊണ്ടുമാകിയാൽ ദൈവവചനം കേൾക്കുന്ന നിമിഷത്തിൽ എനിക്ക് വിശ്വാസം വർദ്ധിക്കും. ആരെക്കുറിച്ചുള്ള കേൾവിയാണ്? ക്രിസ്തുവിനെക്കുറിച്ചുള്ള കേൾവി. അത് പറയാനാരില്ല. അതുകൊണ്ടാണ് യോഹന്നാനിലാന്ന് തോന്നുന്നു, യോഹന്നാനിൽ പറയുന്നുണ്ട്, വിളവ് നിറഞ്ഞു കിടക്കുക,
ജോലിക്കാരോ ചുരുക്കം. ദൈവത്തിൻ്റെ വിളവെടുക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ തന്നെ ജോലിക്കാരെ അയക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ വിളവെടുക്കുന്ന സമയമാണ് ഈ നവംബർ ഡിസംബർ എന്നൊക്കെ പറയുമ്പോൾ വിളവെടുക്കുന്ന സീസണായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജാനുവരി തൊട്ട് ഉപവസിച്ച് ഇരിക്കുന്നവരാണ്. അപ്പോൾ ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് വിളവെടുപ്പാണ്. ആ വിളവെടുപ്പിന് വേണ്ടി തയ്യാറാകുമ്പോൾ നീ റെഡി ആണെങ്കിൽ കയ്യിൽ അരിവാളും പിടിച്ച് കൊട്ടയുമായിട്ട് വന്നിട്ട് അന്നെന്നുള്ളത് വാങ്ങിച്ചെടുത്തോണം. അതിന് തടസ്സം പല ശക്തികൾ വരുമെങ്കിലും അധ്വാനിച്ചത് നമ്മളാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് നമ്മളത് എടുക്കുക തന്നെ ചെയ്യും. എടുത്തിരിക്കും, ആ ഉറപ്പാണ്, എടുത്തിരിക്കും. അത് അമ്മമാർ ദുഃഖിച്ച് കരയുന്നവരോട് ഞാൻ പറയുകയാണ്, ദൈവം ഇന്നലെ കണ്ട അവസ്ഥയിലല്ല നിൻ്റെ മക്കളെ നിർത്തിയിരിക്കുന്നത്. അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഞാൻ അവരെ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. വേദനിക്കുന്നവരോട് വചനം അയക്കുകയാണ് കർത്താവ് പറയുന്നത്. ജസ്റ്റ് ബിലീവ്. എങ്ങനെ ബിലീവ് ചെയ്യണമെന്ന്? പിള്ളേർ വിശ്വസിക്കുന്നത് പോലെ. അപ്പന്മാർ പറയും, മക്കളെ ഞാൻ ഇന്ന് കൊണ്ടുപോകും, അല്ലെ നാളെ ശനിയാഴ്ച സൂവിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച തൊട്ട് ഈ കുഞ്ഞിൻ്റെ ആഗ്രഹം സൂവിൽ എങ്ങനെയാണ്, എപ്പോഴാണ് സൂവിൽ പോകുന്നത്, എപ്പോഴാണ് ഈ മൃഗങ്ങളുടെ അടുക്ക പോകുന്നത്, അതിനെ പെറ്റ് ചെയ്യാൻ വെക്കുന്നത്, അതിന് ഭക്ഷണം, ഇതൊക്കെ നമ്മൾക്ക് ചിന്തിക്കാൻ തുടങ്ങും. കാരണം ദേ വിൽ ടേക്ക്. അപ്പനത് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്യുമെങ്കിൽ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എത്ര അധികം ചെയ്യും. അപ്പോൾ വിശ്വാസം കൊണ്ടാണ് ഈ ദൈവരാജ്യം പ്രാപിച്ചെടുക്കേണ്ടത്. ആകെക്കൂടെ ദൈവം പറയുന്നത് ബി ലൈക്ക് എ ചൈൽഡ് ലൈക്ക് പേഴ്സൺ. അതായത് കൊച്ചു പിള്ളേരെ പോലെ നിങ്ങൾ വിശ്വസിച്ച് കയറി വരിക. അപ്പോൾ ഹിസ് നെയിം, യേശുവിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമുക്ക് റെഫ്യൂജാണ്. ദർ ഇസ് ദി അനോയിൻറ്റിങ് പോർ ഔട്ട് ചെയ്യാണ്. അത് നമ്മൾ യേശുവിനെ വിശ്വസിക്കുക എന്നുള്ളത് ആ വിശ്വസിക്കുന്നത് പോലെ യേശുവാണ് ഇട്ട് തരുന്നത്. ബിക്കോസ് ഹി ഈസ് ദി ഓതർ ആൻഡ് ദ പെർഫെക്റ്റ് ഓഫ് അവർ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശു എന്നാണ് പറയുന്നതെങ്കിൽ ഇട്ട് തന്നത് അവനാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വിശ്വസ്തനാണ്. പക്ഷെ നമ്മൾ ഈ വചനം പറയുമ്പോൾ വചനം എടുത്തത് പറയുന്നത് പോലെ തന്നെ അത് പ്രവർത്തിക്കുന്നോ എന്ന് വിശ്വസിക്കണമെങ്കിൽ വേറൊരു തലത്തിലോട്ട് കയറണം. അത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ വേറൊരു തലത്തിൽ വരണം. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യേശു തന്നെ ചെയ്തെടുക്കും. പക്ഷെ നമ്മൾ ഉറച്ച് നിൽക്കണം. ഉറച്ച് നിൽക്കാൻ വയ്യാത്തപ്പോഴാണ് പലപ്പോഴും ഒരു വചനം, പലപ്പോഴും എന്നെ വിളിച്ചിട്ട് അമ്മമാർ ഈ മക്കളെക്കുറിച്ച് ദുഃഖിക്കുന്നവർ പലപ്പോഴും പറയും, ചിലപ്പോൾ ആ മാഡത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എന്നോട് തന്നെ ഉത്തരം പറയുന്ന പോലെ തോന്നിക്കും. കാരണം ആത്മാവിനറിയാം നമ്മുടെ വേദന. ഓരോ വ്യക്തിയുടെയും വിഷമം എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിട്ട് അവർക്ക് പറ്റിയ വചനം അവരെ ആരിൽ കൂടെയാണ് കേൾക്കേണ്ടതെന്ന് പോലും തീരുമാനിക്കുന്നത് ദൈവം തമ്പുരാൻ. ഒന്നും ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. ഈ ലാസറസിൻ്റെ സ്റ്റോറിക്കകത്ത് യോഹന്നാൻ്റെ സുവിശേഷം 11 യേശു ക്രിസ്തു മരിച്ച ലാസറസിൻ്റെ വീട്ടിലോട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. ഒരു എക്സ്പ്ലോസീവ് സ്റ്റേജ് അല്ലേ. അതായത് മരിച്ചു കഴിഞ്ഞിട്ട് കൂട്ടുകാരനായിട്ടിരുന്ന യേശു കടന്നു വന്നില്ല. ഇത് അടക്കവും കഴിഞ്ഞ് 4-ാം ദിവസം കടന്നു വരണം. അവർ വിശ്വസിച്ചതാണ്. തീർത്തും രോഗമായപ്പോഴേ അറിയാമായിരുന്നു, വരുമായിരുന്നു, വന്നിട്ടില്ല. എന്നിട്ട് ഇപ്പം മരിച്ചും കഴിഞ്ഞ് 4-ാം ദിവസം കടന്നു വരുന്ന ആ ഒരു സ്റ്റേജ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇറ്റ് ഈസ് റിയലി പെയിൻഫുൾ അല്ലേ. നേരത്തെ വന്നിരുന്നെങ്കിൽ സഹായിക്കാവുന്ന ആൾ വന്നില്ല. എന്നിട്ട് ഇപ്പം നമ്മളൊക്കെ എൻ്റെയൊക്കെ ആൻറ്റിമാരൊക്കെ നിന്ന് ഇപ്പോഴാണോ വരാൻ സമയം കണ്ടതെന്ന് ചോദിക്കും. ഇല്ലേ, നമ്മൾ ചോദിക്കത്തില്ലേ? ആ ഒരു സിറ്റുവേഷനിലാണ് യേശു കടന്നത്. കർത്താവ് വന്നിട്ട് എന്താ പറയുന്നത്? ജസ്റ്റ് ബിലീവ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അത് പറയുന്ന ആൾക്ക് അത് പറയുന്നതിൽ അതിൻ്റെ ഉത്ഭവം എന്തെന്നും അതെങ്ങനെ പൂർത്തീകരിക്കാമെന്നും അറിയാവുന്നവനാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് വ്യക്തിപരമായിട്ട് യേശുവിനെ അറിയാൻ ആഗ്രഹിക്കണം. ഒരു കാര്യം, കർത്താവേ, ലോകത്തിൽ എന്തെല്ലാം നേടിയാലും നിന്നെ വ്യക്തിപരമായിട്ട് അറിയാമെന്നുള്ള ഭാഗ്യം എന്നെ എടുത്ത് കളയല്ല. അതെനിക്ക് ആദ്യം വേണം. അതുകൊണ്ട് മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും തരുമെന്ന് പറയുമ്പം അവനെ വ്യക്തിപരമായിട്ട് അറിയാൻ അടുത്തിരിക്കണം. വചനം എടുത്തേക്കത്തുള്ളൂ. വചനത്തിൽ കൂടെ മാത്രമാണ്, പ്രധാനമായിട്ട് വചനത്തിൽ കൂടെയാണ് യേശു ക്രിസ്തു സംസാരിക്കുന്നത്. പിന്നെ സ്വപ്നങ്ങളുണ്ട്, ചിലരെ തിരഞ്ഞെടുത്ത്. എന്നാലും കർത്താവരോട് ദൈവം വചനത്തിൽ കൂടെ തന്നെയാണ്. അപ്പം എൻ്ററിങ് ദ ഗ്ലോറി, അതായത് നമ്മൾ ദൈവത്തിൻ്റെ ഗ്ലോറിയിൽ എൻ്റർ ചെയ്തെങ്കിൽ വി വിൽ സ്റ്റാർട്ട് പ്രീച്ചിങ് ദ പ്രസൻസ്, ടീച്ചിങ് അബൌട്ട് ക്രൈസ്റ്റ്. അത് നമ്മൾക്ക് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. പ്രീച്ച് ക്രൈസ്റ്റ്, ബി ക്രൈസ്റ്റ് ഫോക്കസ്, നോട്ട് ഗിഫ്റ്റ്സ് ഓർ അനോയിൻറ്റിങ് ഓർ വിഷൻ ആർ ദി ഇമ്പോർട്ടൻറ്റ്. അതായത് എപ്പോഴും നമ്മൾ ക്രിസ്തുവിനോട് അനുയോജ്യമായിട്ട് നിന്ന് പറയാൻ തുടങ്ങണം. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയാമെന്ന് പറയുമ്പം
പഴയ നിയമം എടുത്ത് പറയുന്നതിൽ കൂടുതലായിട്ട് അഭിഷേകം വേണം. പുതിയ നിയമം മാത്രം എടുത്ത് പറയണമെങ്കിൽ പ്രത്യേക അഭിഷേകം വേണം. അതിന് യേശുവിനെക്കുറിച്ച് പറയണമെങ്കിൽ അതിന് വീണ്ടും പ്രത്യേക അഭിഷേകം വേണം. അപ്പോൾ യേശുവിനെക്കുറിച്ച് പറയാൻ തക്കവണ്ണം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് പോലും യേശുക്രിസ്തുവാണ്. അത് അനുഭവിച്ചാൽ ഇപ്പം ഞാനീ പറയുന്ന ഓരോ സത്യങ്ങളും ഈ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് എൻ്റെ വചനം കേൾക്കുന്നവർക്ക് ക്ലിയറായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇതൊരു പ്രോസസ്സാണ്. നമ്മളൊരു യാക്കോബിൻ്റെ ഗോവേണിയിൽ ദിനംപ്രതി കയറി, അപ്പോൾ കയറിയച്ച് എനിക്കിനി താഴോട്ട് ഇറങ്ങാവുന്ന ഗോവേണിയാന്ന് ആരും വിചാരിക്കേണ്ട. ബിക്കോസ് ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. യഥാർത്ഥത്തിൽ യേശുവിനെ സ്വീകരിച്ച വ്യക്തിക്കാണെങ്കിൽ ഇത് സംഭവിച്ചേ പറ്റൂ. അപ്പം 1 കൊരിന്ത്യർ 1:23 പറയുന്നുണ്ട്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എല്ലാവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെക്കുറിച്ച്. ആ വാക്യത്തിൽ അങ്ങനെയാണ്. ദൈവശക്തിയെക്കുറിച്ചും ദൈവജ്ഞാനവുമാകുന്ന ക്രിസ്തുവിനെക്കുറിച്ച്. ക്രിസ്തു വന്നതോടുകൂടി എല്ലാം തലതിരിഞ്ഞു കിടന്നതിനെ എല്ലാം തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങിയ ഒരു സ്ഥിതിയാണ്. ടേൺ അറൗണ്ട് എന്ന് പറയും. ദൈവം വന്നു കഴിഞ്ഞെങ്കിൽ അവിടെ ഒരു ടേൺ അറൗണ്ട് വരാതെ ഇരിക്കത്തില്ല. കാരണം വലിയൊരു ഇരുട്ടിനകത്തോട്ടാണ് വെളിച്ചം വന്നയക്കുന്നത്. വെളിച്ചം വരുമ്പോൾ ഇരുട്ടത്ത് കണ്ട പോലെ അല്ലല്ലോ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കേണ്ടത് ഐ നീഡ് ദാറ്റ് ലൈറ്റ്. എനിക്ക് ആ വെളിച്ചം വേണം. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. ഇറ്റ് ഈസ് വെരി ഫൂളിഷ്. അത് ചെയ്യരുത്. ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് 2-3 ദിവസമെങ്കിലും പ്രാർത്ഥിക്കണം. മേജർ കാര്യം, വലിയ കാര്യങ്ങളാണെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെ വേണം. കർത്താവേ, ഞാൻ ഓർക്കുന്നുണ്ട്, നാട്ടിൽ വന്നു കഴിഞ്ഞ് ഡോക്ടർ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവസാനം ഒരിടത്തുനിന്ന് ജോലിക്ക് അപ്പുറം വന്നപ്പോൾ വേണോ വേണ്ട, എടുക്കണോ വേണ്ടായോ എന്ന് നമ്മൾ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവവാഗ്ദത്തം തന്നു, പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊക്കാണ്. സിംഹവും പുലിയുള്ളിടത്തോട്ടാണ് കർത്താവ് പറഞ്ഞു വിട്ടത്. പക്ഷേ പോയെടുത്ത് നന്നായിട്ട് നിന്ന് ചെയ്യേണ്ട ജോലി ചെയ്ത് തീർക്കാൻ ദൈവം അനുവദിച്ചു. കാരണം ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തോട് ചോദിച്ചിട്ടാണ് പോകുന്നത് എങ്കിൽ അത് തീരുന്നിടം വരെ നിർത്തേണ്ട ജോലി ക്രിസ്തുവിൻ്റെതാണ്. അവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. അപ്പം നമ്മളോട് കർത്താവ് പറയുന്നത് എല്ലാ വാക്യങ്ങളും ഒരു വാതിലായിട്ട് കാണണം. യെശയ്യാ 54:2 എൻലാർജ് ദ ടെറിട്ടറി. 1 ക്രോണിക്കിൾസിൻ്റെ 4:10, ദിനവൃത്താന്തം 1:4-10 യാബസിൻ്റെ പ്രാർത്ഥന, ദൈവമേ അനർത്ഥം എനിക്ക് വ്യസന കാരണമാകരുത്, എൻ്റെ ടെറിട്ടറി, എൻ്റെ അതിരുകളെ വിസ്താരമാക്കണം. അപ്പം വചനം കേൾക്കുന്നവരോട് ദൈവാത്മാവ് പറയാണ്, നീ അതിരുകളെ വിസ്താരമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അത് ദൈവമാണ് ചെയ്തു തരുന്നത്. ആ ദൈവം നമ്മുടെ കൂടെ വന്നു നിന്നിട്ട് പറയുകയാണ്, നീ എന്നിൽ വസിക്കുമ്പോൾ എൻ്റെ മഹത്വം നിന്നിൽ കൂടെ കടന്നു വരും. അതായത് വി ആർ ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. പിന്നെ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം അല്ലാത്തതിനെല്ലാം ദിനംപ്രതി യേശു വന്ന് ശാസിക്കും, കറക്റ്റ് ചെയ്യും. കാരണം ഈ ജഡമുണ്ടല്ലോ, ഈ ജഡം ആത്മാവിന് വിപരീതമായിട്ട് എന്തും നിൽക്കും. 4 ദിവസം വേദപുസ്തകം വായിക്കാതെയും പ്രാർത്ഥിക്കാതെ ഇരുന്നു നോക്കിക്കേ, വ്യക്തികളിൽ വ്യത്യാസം വരും. നമ്മളൊരു കാര്യത്തിന് നേടാൻ പോകുന്നുണ്ട്. 2 കാര്യം. ഒന്ന് ഓർക്കേണ്ടത്, ഞാൻ പോകുന്നിടത്ത് ദൈവാത്മാവ് പ്രവർത്തിക്കണമേ. ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന പിള്ളേർ എന്നെ വിളിക്കാറുണ്ട്. പലപ്പോഴും വിളിക്കുമ്പോഴെല്ലാം ഞാൻ പറയും, ഇപ്പുറത്ത് ക്രിസ്തു ആയിരിക്കണം, അപ്പുറത്തും ക്രിസ്തു ആയിരിക്കണം. അതിന് പ്രാർത്ഥന വേണം. അങ്ങനെ ആൾ വലിയ ദേഷ്യപ്പെട്ട് ചോദിക്കാനിരിക്കുന്നിടത്ത് യേശുവാണ് കസേര ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം എത്രയോ സോഫ്റ്റായിട്ട് വരും ഇല്ലേ. പിന്നെ ഉത്തരവും പറയിപ്പിക്കുന്ന യേശുവാണ്, പിന്നെ എന്നാ പ്രശ്നം? അങ്ങനെ ഒന്ന് പറഞ്ഞു വിട്ട് നോക്കിക്കേ. കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ അനുഭവങ്ങളാണ്, തീർത്തും അതിന് ഉറപ്പ് തരും. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ഇതറിയണമെങ്കിൽ ഒരു വിനയഹൃദയം ദൈവത്തിൽ നമുക്ക് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. മുഴുവൻ അനുഗ്രഹം സ്വർഗത്തിലേത് നമുക്ക് തന്നിരിക്കുക, അത് വാങ്ങിച്ചെടുക്കണം. അവിടെ ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ റാപ്പ് ചെയ്ത് ക്രിസ്മസിന് മുമ്പ് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ പോയി എടുത്തുകൊണ്ട് വരുവീൻ. ചുമ്മാതെ സമയം കളയല്ലേ, അവിടെ എവിടെ നോക്കിക്കളയാതെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാഥ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. എ ടൈം ഓഫ് ഹാർവെസ്റ്റ്, വിളവെടുക്കാൻ സമയമായി. അന്ന് കൂടുതൽ ശത്രു കയറി വരും. ഇന്ന് നാളെ ഒരു കൊല വെട്ടണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ രാത്രി വരും ദുഷ്ടൻ അത് വെട്ടിക്കൊണ്ട് പോകാൻ. അന്നേരം ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് ചുറ്റും ഫലമുണ്ടാകുമ്പോൾ വരും വവ്വാല് വരും, സ്ക്വിറൽസ് വരും, പിന്നെ എന്തെല്ലാം സാധനം വന്ന് കുറുനരികൾ കയറി എല്ലാം നശിപ്പിക്കും. എന്നാൽ നിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ വേലി കെട്ടിയിട്ട് ഫലമുണ്ടാക്കുക തന്നെയല്ല, ഫലമുണ്ടാകുന്നത് അത് അനുഭവിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഭവനത്തിനകത്ത്
നമ്മൾ ദൈവനാമത്തിൽ നന്മ ചെയ്യുമ്പോൾ കർത്താവ് പറയുന്നത് കൊടുപ്പീൻ. അത് കൊടുത്തു കഴിയുമ്പോൾ അമർത്തി കുലുക്കി കവിഞ്ഞൂറ് അളവ് എൻ്റെ മടിയിൽ വന്ന് വീഴും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, നീ ചെയ്യുന്ന നന്മകൾ അനുഭവിക്കുമ്പോൾ ഇത്ര നല്ലവനായ ഒരു ദൈവം, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, ഇതെല്ലാം കഴിയുമ്പോൾ ഒരു വലിയ വിളവെടുപ്പുണ്ട് എന്ന് അന്ന് പറഞ്ഞു. എങ്കിലും അത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അതിനാൽ ഞങ്ങൾ ദുഃഖത്തോടെ ഇരുന്നു. എന്നാൽ നീ തന്നു കഴിയുമ്പോൾ ഇത്ര വലിയവനായ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വിളിച്ചു പറയുവാൻ ഞങ്ങളുടെ നാവുകളെ ബലപ്പെടുത്തണമേ. തലമുറയുടെ ദൈവമെന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത്. അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവം, വാക്കു പറഞ്ഞവൻ, വാക്കു മാറാത്തവനാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയായിട്ട് ഞങ്ങളെയും തലമുറകളെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് സ്തോത്രം. അത് കണ്ട് സന്തോഷിക്കാനുള്ള സമയവും ഭാഗ്യവും നിന്നോട് ചോദിച്ചു വാങ്ങിക്കുന്നു. എല്ലാവരും തന്നെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് സ്തുതി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.